നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബി.ജെ.പി. നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ കഴിഞ്ഞ ദിവസമാണ് 15 പ്രതികൾക്കും വധശിക്ഷ വിധിച്ചത്. നിർണായക ശിക്ഷ വിധിച്ച ജഡ്ജിക്ക് ഇപ്പോൾ പോലീസ് സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. കാരണം ഈ ജഡ്ജിക്ക് നേരെ വധഭീഷണി ഉണ്ടായിരിക്കുകയാണ്. മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജ് വി.ജി. ശ്രീദേവിക്കാണ് പോലീസ് സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ജഡ്ജിക്കെതിരെ ഭീഷണികൾ ശക്തമായ സാഹചര്യത്തിലാണ് സുരക്ഷ ശക്തമാക്കിയത്. ക്വാർട്ടേഴ്സിൽ സുരക്ഷ ഏർപ്പെടുത്തിയതും ഈ കാരണം കൊണ്ടാണ്. നിലവിൽ ജഡ്ജിക്ക് SI അടക്കം 5 പോലീസുകാരുടെ കാവലുണ്ട്. എന്തായാലും ജഡ്ജിക്ക് നേരെ ഇത്തരത്തിലൊരു നിർണായക വിധി വിധിച്ച ജഡ്ജിക്ക് നേരെ വധഭീഷണി ഉണ്ടായിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് പുറത്തുവരുന്നത്. അതുകൊണ്ട് തന്നെ സുരക്ഷ ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം രഞ്ജിത്ത് ശ്രീനിവാസ് വധക്കേസിൽ 2ാം ഘട്ട കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് തെളിവ് നശിപ്പിക്കൽ, പ്രതികളെ ഒളിവിൽ പാർപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ്. അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ചിലർക്കെതിരെ ഗൂഢാലോചന കുറ്റത്തിനും സാധ്യതയുണ്ട് എന്നാണ് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതികളുടെ എണ്ണം 35 ആകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ആദ്യഘട്ട വിചാരണ നേരിട്ട 15 പ്രതികൾ, അവർക്ക് കോടതി ഇന്നലെ വധശിക്ഷ വിധിച്ചു. വൻ കരുതലോടെ ആണ് പോലീസ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നീക്കങ്ങൾ നടത്തുന്നത്. രഞ്ജിത്ത് ശ്രീനിവാസിന്റെ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവർക്കും ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടവർക്കുമെതിരെ ആദ്യം അന്വേഷണം പൂർത്തിയാക്കാനായിരുന്നു നീക്കം. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം നൽകി. പ്രതികൾ ഒരു കാരണവശാലും ജാമ്യത്തിൽ പുറത്തിറങ്ങാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. 15 പേരായിരുന്നു പ്രതികൾ. ഇതിനായി അന്വേഷണം 2 ആയിട്ടാണ് ഭാഗിച്ചത്. ഇങ്ങനെയാണ് ആദ്യഘട്ട കുറ്റപത്രം നൽകിയത്. ഇപ്പോൾ വധശിക്ഷയിൽ വിചാരണ അവസാനിച്ചതും ഈ രീതിക്കാണ്. കഴിഞ്ഞ ദിവസം ചരിത്രപരമായ വിധി വന്നതോടെ കേസിന്റെ 2ാം ഘട്ട കുറ്റപത്രത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. കേസിൽ ഇനിയുള്ളത് 20 പ്രതികളാണ്. തെളിവ് നശിപ്പിക്കൽ, പ്രതികളെ ഒളിവിൽ പാർപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് നിലവിൽ ഈ 20 പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. എന്നാൽ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ചിലർക്കെതിരെ ഗൂഢാലോചന കുറ്റത്തിനും സാധ്യതയുണ്ട് എന്നാണ് അന്വേഷണ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. 2021 ഡിസംബർ 19-നാണ് ആലപ്പുഴ വെള്ളക്കിണറുള്ള വീട്ടിൽ അതിക്രമിച്ച് കയറിയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ അമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ച് രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയത്. തലേന്ന് SDPI നേതാവ് KS ഷാൻ കൊല്ലപ്പെട്ട് മണിക്കൂറുകൾക്കകമായിരുന്നു രഞ്ജിത്തിനെ വധിച്ചത്. കേസിലെ പ്രതികൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ ആലപ്പുഴ അമ്പനാകുളങ്ങര മാച്ചനാട് കോളനിയിൽ നൈസാം, മണ്ണഞ്ചേരി അമ്പലക്കടവ് വടക്കേച്ചിറപ്പുറം വീട്ടിൽ അജ്മൽ, ആലപ്പുഴ വെസ്റ്റ് മുണ്ടുവാടയ്ക്കൽ വീട്ടിൽ അനൂപ്, ആര്യാട് തെക്ക് അവലൂക്കുന്ന് ഇരക്കാട്ട് വീട്ടിൽ മുഹമ്മദ് അസ്ലം, മണ്ണഞ്ചേരി ഞാറവേലിൽ അബ്ദുൽ കലാം, അടിവാരം ദാറു സബീൻ വീട്ടിൽ അബ്ദുൽ കലാം, ആലപ്പുഴ വെസ്റ്റ് തൈവേലിക്കകം വീട്ടിൽ സറഫുദ്ദീൻ, മണ്ണഞ്ചേരി ഉടുമ്പിത്തറ വീട്ടിൽ മൻഷാദ്, ആലപ്പുഴ വെസ്റ്റ് കടവുത്തുശ്ശേരി ചിറയിൽ ജസീബ് രാജ, മുല്ലയ്ക്കൽ വട്ടക്കാട്ടുശ്ശേരി വീട്ടിൽ നവാസ്, കോമളപുരം തയ്യിൽ വീട്ടിൽ സമീർ, നോർത്ത് ആര്യാട് കണ്ണറുക്കാട് വീട്ടിൽ നസീർ, മണ്ണഞ്ചേരി ചാവടിയിൽ സക്കീർ ഹുസൈൻ, മണ്ണഞ്ചേരി തെക്കേ വെളിയിൽ ഷാജി, മുല്ലയ്ക്കൽ നുറുദ്ദീൻ പുരയിടത്തിൽ ഷെർനാസ് അഷ്റഫ് എന്നിവരാണ് 1 മുതൽ 15 വരെ പ്രതികൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.